അങ്ങനെ കേരളത്തിലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ 10 ദിവസത്തോളമായിട്ടും ആരാണ് മുഖ്യമന്ത്രിയെന്നോ മന്ത്രിസഭയോ ഇതുവരെ കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല. ഇത് ഇപ്പോൾ UDFിൻ്റെ അല്ലെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ഗ്രൂപ്പ് പോരും വർഗീയതയും, ഞാൻ വീണ്ടും പറയുന്നു, കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള വർഗീയതയും ഗ്രൂപ്പ് പോരും ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കേരളത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോൾ അറിയാം. അത്രയധികം കോൺഗ്രസ് ചീഞ്ഞു നാറി. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് LDF UDF എന്നായിരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയനും UDF എന്ന് അങ്ങനെയായിരുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിൽ എല്ലാവരും സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള നേതാക്കളെ പറ്റിയാണ്. VD ആവോ, KC ആവോ, RC ആവോ, ഈ ചോദ്യങ്ങളാണ് കേരളത്തിൽ എല്ലാവർക്കും ഉള്ളത്. കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പോലും വർഗീയതയും ഭയങ്കര ശക്തമായ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ VD സതീശന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് ജാതി മത ഭേദമന്യേ കോൺഗ്രസിലുള്ള ഗ്രൂപ്പുകൾ നോക്കാതെ താഴെക്കിടയിലുള്ള പ്രവർത്തകർ മുതൽ മേലെയുള്ള നേതാക്കന്മാരുൾപ്പെടെ VD സതീശന് വളരെ ശക്തമായൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 10 ദിവസത്തിൽ വന്ന് നിൽക്കുമ്പോൾ VD സതീശൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലും മുസ്ലിം ലീഗ്, ഇസ്ലാമിസ്റ്റ് സംഘടനകൾ, ഈ കോൺഗ്രസ്സിലുള്ള മുസ്ലിംസായിട്ടുള്ള പ്രവർത്തകർ, അങ്ങനെയുള്ള ഒരു സപ്പോർട്ടിൽ ഒതുങ്ങിക്കൂടുന്നു. അതെന്തായിരിക്കും? പലരുടെ മനസ്സിലും അതൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായിരിക്കും VD സതീശൻ്റെത്? ഇപ്പോൾ VD സതീശൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭൂരിഭാഗം ആൾക്കാരും VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ പറയുന്നു, ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ സപ്പോർട്ടാണ് VD സതീശന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അതായത് ഞാൻ ഭൂരിഭാഗമാണ് പറയുന്നത്, എല്ലാ സപ്പോർട്ടും ഒരു മുസ്ലിംസിൻ്റെ സപ്പോർട്ട് എന്നല്ല പറയുന്നത്, പക്ഷേ ഭൂരിഭാഗം. ഇപ്പോൾ നിങ്ങളൊരു 10 മുസ്ലിം UDF പ്രവർത്തകരോട് ചോദിച്ചു കഴിഞ്ഞാൽ 10ൽ 8 or 9 പേരും VD സതീശൻ്റെ പേരായിരിക്കും പറയാം. അതുപോലെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഒപ്പീനിയൻ വരാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു 10 ഹിന്ദു, ഈഴവ, നായർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ UDF അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരോട് ആര് മുഖ്യമന്ത്രിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 5 or 6 പേര് പറയുന്നത് KCയുടെയോ RCയുടെയോ പേരായിരിക്കും. ഒരു 3 or 4 പേരായിരിക്കും VD സതീശൻ്റെ പേര് പറയുന്നത്. അതായത് ഭൂരിഭാഗം സപ്പോർട്ടും VD സതീശന് കിട്ടുന്നത് ഈ മുസ്ലിം പ്രവർത്തകരുടെ ഇടയിൽ നിന്നാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇടയിൽ തന്നെ ഒരു വർഗീയമായിട്ടുള്ള ഒരു ചേരി സൃഷ്ടിച്ചു കഴിഞ്ഞു. അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിൻ്റെയോ മുസ്ലിംസിൻ്റെ വിജയമെന്നും, RCയോ KCയോ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അത് മതേതര കോൺഗ്രസിൻ്റെ വിജയമാണെന്നും വരെ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി.